അങ്ങനെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അകമ്പടിയായി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒത്തുള്ള പടുകൂറ്റൻ റോഡ് ഷോ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ കൂടിയായ വരണാധികാരി ഡോക്ടർ രേണുരാജിന് മുമ്പാകെ അദ്ദേഹം പത്രിക സമർപ്പിച്ചു. സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക വാദ്രയും ഒപ്പം ഉണ്ടായിരുന്നു. ഏത് ആവശ്യത്തിനും താൻ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് താൻ പ്രതിജ്ഞാബദ്ധനാണ്. വയനാട് നേരിടുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കും. 5 വർഷം മുമ്പ് പുതിയൊരാളായാണ് താൻ വയനാട്ടിലെത്തിയത്. തന്നെ വളരെ പെട്ടെന്ന് കുടുംബാംഗമായി മാറ്റിയ വയനാട്ടിലെ ജനതയ്ക്ക് രാഹുൽ നന്ദി അറിയിച്ചു. താനിവിടെ സ്ഥാനാർത്ഥിയായി വന്നു. വയനാട്ടുകാർ തന്നെ എംപിയായി തെരഞ്ഞെടുത്തു. വളരെ പെട്ടെന്ന് തങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. UDFിൻ്റെ പ്രവർത്തകരായാലും LDFിൻ്റെ പ്രവർത്തകരായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തനിക്ക് ജനങ്ങളോട് സ്നേഹമുണ്ടെന്ന് രാഹുൽ പറഞ്ഞു. എല്ലാവരും സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയ നിലപാടുകളിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് പോകേണ്ടവരാണ്. പാർലമെൻറ്റിൽ വയനാടിൻ്റെ പ്രതിനിധിയായി ഇരിക്കുന്നത് ബഹുമതിയായി കാണുന്നതായി രാഹുൽ വ്യക്തമാക്കി. രാവിലെ 10:45 മൂപ്പൈനാട് റിപ്പൺ തലയ്ക്കൽ സ്കൂളിലെ ഗ്രൗണ്ടിലാണ് രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്കായിരുന്നു റോഡ് ഷോ നടത്തിയത്. വയനാടിനെ ഇളക്കി മറിച്ച രാഹുൽ ഗാന്ധിയുടെ വമ്പൻ റോഡ് ഷോയിൽ കോൺഗ്രസ് നേതാക്കളായ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, MM ഹസൻ, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് തുടങ്ങിയവരും പങ്കെടുത്തു. റോഡ് ഷോയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. നിരവധി പേർ പ്ലക്കാർഡുകൾ പിടിച്ച് ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ മുഴക്കി. എന്നാൽ ഒരാൾ പോലും കോൺഗ്രസിൻ്റെയോ ഘടകകക്ഷികളുടെയോ കൊടി പിടിച്ചിരുന്നില്ല. റാലിയുടെ കൊഴുപ്പ് കൂട്ടാൻ നിരവധി പേർ ഓറഞ്ച്, വെള്ള, പച്ച ബലൂണുകൾ കൊരുത്തു പിടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു കൊടിയെങ്കിലും കാണേണ്ടേ? ഇല്ല. മുമ്പെങ്ങാനും ഇലക്ട്രിക് പോസ്റ്റുകളിൽ കെട്ടിയ വെയിലേറ്റ് മുഷിഞ്ഞ പിഞ്ചിക്കീറിയ ഒരു കൊടി? ഇല്ല, അതുമില്ല. എവിടെ പോയി സാർ അങ്ങയുടെ പാർട്ടിയുടെ കൊടികൾ, അങ്ങയുടെ സഖ്യകക്ഷികളുടെ കൊടികൾ? കുറച്ചുകൂടി തെളിച്ച് ചോദിച്ചാൽ എവിടെ പോയി പച്ചക്കൊടി? എവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടി? ഭാരത് ജോഡോ യാത്രയിലും ന്യായ് യാത്രയിലും രാഹുൽ കൊടികൾ ഉപയോഗിക്കാതിരുന്നില്ല. UDFിൻ്റെ ഒരു പരിപാടിയിലും കൊടി കെട്ടാതിരുന്നില്ല. പിന്നെ രാഹുലിൻ്റെ റോഡ് ഷോയിൽ മാത്രം കൊടികൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിൻ്റെ പച്ചക്കൊടി കൊണ്ട് രാഹുലിൻ്റെ ജാഥയിൽ പാകിസ്ഥാൻ്റെ കൊടി പറത്തി എന്ന പ്രചാരണം ഉണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ കളം മാറി. SDPI പിന്തുണ പ്രഖ്യാപിച്ചതോടെ UDF ഒരർത്ഥത്തിൽ എട്ടിലായിരിക്കുകയാണ്. പിന്തുണ സ്വീകരിച്ചാൽ മതതീവ്രവാദികളുമായി കൂട്ടുകൂടിയെന്ന ആക്ഷേപം കേൾക്കേണ്ടി വരും. ദേശീയ തലത്തിൽ BJP അത് പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അതിനാൽ SDPIയുടെ കാര്യത്തിൽ പരസ്യമായി UDF പ്രതികരിക്കുന്നില്ല. ഇനി പിന്തുണ വേണ്ടെന്ന് വയ്ക്കാനും കഴിയില്ല. കാരണം രാഹുൽ മത്സരിക്കാൻ വയനാട് തെരഞ്ഞെടുത്തതിൻ്റെ ഒരു കാരണം തന്നെ മുസ്ലിം വോട്ട് ബാങ്ക് ആണെന്ന് പരസ്യമായ രഹസ്യമാണ്. തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് K. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അത് CPM ആയാലും SDPI ആയാലും വേണ്ടെന്ന് പറയില്ല. അതോടെ SDPI ബാന്ധവം പുറന്തോട് പൊട്ടിച്ച് പുറത്തു ചാടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ വയനാട്ടിൽ ലീഗിൻ്റെ പച്ചക്കൊടി പറത്താൻ രാഹുലും കോൺഗ്രസും പേടിക്കുന്നു. പച്ചക്കൊടിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ടെന്ന് ലീഗും വാശി പിടിച്ചു. കൊടി കെട്ടിയ നേതാക്കൾ എന്ന് മേനി നടിച്ചവർ ഫലത്തിൽ കൊടി കെട്ടാൻ ഭയന്ന് വയനാട്ടിൽ ബലൂൺ പറത്തി നടക്കുകയാണ്. എന്ത് വിധിയാണിത്?